അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മനോഹരമായ ലാൻഡ്സ്കേപ്പും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതോ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വന്നതാണെന്നല്ല. ഞാനിപ്പോൾ ഉള്ളത് മദീനയിലെ പ്രസിദ്ധമായ ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്സിലാണ്. അതായത് നിങ്ങൾ മദീനയിൽ വന്ന് നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സംഭവം കൂടിയാണ് ഈ ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറയുന്നത്. ഏകദേശം 1 ഏക്കറോളം സ്ഥലത്ത് ഈ കാണുന്നത് പോലെയുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുവിധം, അതായത് വലിയൊരു കോംപ്ലക്സാണ്. ഇതിൽ പ്രസ് ഉണ്ട്, ഗോഡൗൺ ഉണ്ട്, താമസമുണ്ട്, ഓഫീസുകളുണ്ട്, പള്ളികളുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ളൊരു ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1100ഓളം ആളുകൾ ജോലി ചെയ്യുന്ന, ഒരു വർഷത്തിൽ 10 മില്യൺ ഖുർആൻ പ്രിൻ്റ് അടിക്കുന്ന, 1982 പണി തുടങ്ങി 1985 ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു ഗംഭീരമായ കോംപ്ലക്സ് കൂടിയാണിത്. മഹാനായ മലിക് ഫഹദ് രാജാവിന് അള്ളാഹു സുബ്ഹാനഹു വ റഹ്മത്ത്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ദീനിന് വേണ്ടിയിട്ട്, കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കാലത്തായിരുന്നു അദ്ദേഹം ഭരണം ഏറ്റെടുത്തിരുന്നത്, പെട്രോളിൻ്റെ കാലം. അപ്പോൾ അദ്ദേഹം ദീനിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ, പള്ളികളൊക്കെ വിശാലമാക്കി, ഖുർആൻ ഇതേപോലെ പ്രിൻറ്റിംഗ് പ്രസ് അച്ചടിച്ചു. നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ കാണാൻ വരുന്നവർക്ക് വേണ്ടി ഇവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വെള്ളമൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് കയറുക. ഏകദേശം പറഞ്ഞ പോലെ 1 ഏക്കറോളം സ്ഥലത്ത് പലവിധ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കാണാനുള്ളത് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ടൊരു ഗാലറി ഒക്കെ ഉണ്ടാക്കിയിട്ട് പബ്ലിക്കിന് കാണാൻ വേണ്ടി ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളൂ. എല്ലായിടത്തേക്കൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രവേശനമില്ല. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം പഴയ കാലത്തെ 30 ജുസ് 30 കാസറ്റായിട്ട്, അതൊക്കെ പണ്ട് കാലത്ത് ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ നാട്ടിൽ കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളുടെ പേരുള്ള മുസ്ഹഫ് കാസറ്റുകൾ കാര്യങ്ങളൊക്കെ. അതായത് ഈ ഒരു മുജമ്മ വെറും ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ് മാത്രമല്ല, ഖുർആൻ അച്ചടിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, നേരെ മറിച്ച് പഴയ കാലത്ത് ഇവിടെ റെക്കോർഡിങ്സ് ഉണ്ടായിരുന്നു, ഓഡിയോ വീഡിയോ റെക്കോർഡിങ്സ്, ഓരോ ഇമാമാർ ഖിറാഅത്തും കാര്യങ്ങൾ, അതേപോലെ തന്നെ തഫ്സീറുകൾ, തർജുമകൾ, സീറകൾ, അങ്ങനെ കുറേ കിതാബുകൾ. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ കാണുമ്പോൾ പൂർണ്ണമായിട്ടും ഖുർആനാണ് അച്ചടിക്കലെന്നുണ്ടെങ്കിൽ മുൻകാലത്ത് അതിനൊക്കെ എല്ലാ പർപ്പസിലും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോംപ്ലക്സ് കൂടിയാണ്. ഇവിടെ നിന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, ഖുർആൻ പണി പൂർത്തിയായത്, അതിൻ്റെ ചട്ടകൾ, അതിൻ്റെ പേജുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, മെഷീനുകൾ, ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന എല്ലാം നമുക്ക് എന്ത് ചെയ്യുക, ഗാലറിയിൽ നിന്നാൽ കാണാൻ കഴിയും. വ്യത്യസ്ത സൈസുകളിലുള്ള മുസാഫ്, ചെറുത്, വലുത്, ജുസഅമ്മ, അതേപോലെ 10 ജുസ്, അങ്ങനെയുള്ള വ്യത്യസ്ത കാറ്റഗറിയിൽ വ്യത്യസ്ത വലുപ്പത്തിലുള്ള മുസാഫുകൾ, വ്യത്യസ്ത ഖിറാഅത്തുകളിലുള്ള മുസാഫുകൾ, ഇപ്പോൾ റിവായത്ത് ഹഫ്സ്, അതേപോലെ വർഷ തുടങ്ങിയിട്ടുള്ള റിവായത്തുകൾ, 40ഓളം ഭാഷകളിലുള്ള ട്രാൻസ്ലേഷനുകൾ, ഇതെല്ലാം ഇവിടെ അച്ചടിച്ച് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രെയിൽ ലിപിയിലുള്ള മുസാഫുകൾ, കണ്ണ് കാണാത്തവർക്ക് ഓതുന്ന അത്തരം മുസാഫുകൾ എല്ലാം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാത്തിനുള്ള സൗകര്യങ്ങൾ ഈ ഒരു കോംപ്ലക്സിലുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ഗാലറിയിൽ നിന്ന് നമ്മൾ വലത് ഭാഗത്തേക്ക് നോക്കിയാൽ അവിടെ മെഷീനുകൾ, കാര്യങ്ങൾ, അതിൻ്റെ റോളുകൾ എല്ലാം ഉണ്ടാവും. പിന്നെ അതേപോലെ ഇടത് ഭാഗത്ത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. പഴയ കാലത്ത് ഇവിടെ അച്ചടിച്ചിരുന്ന, അല്ലെങ്കിൽ റിയാദു സാലിഹീൻ പോലുള്ള കിതാബുകൾ, കാര്യങ്ങൾ അങ്ങനെയുള്ളത്. അതേപോലെ ബ്രെയിൽ ലിപിയിലുള്ള ഒരു മുസാഫ് നമുക്ക് ഇവിടെ വെച്ചത് കാണാൻ കഴിയുന്നുണ്ടോ. ഇതിൽ എഴുത്തൊന്നും കാണില്ല, നമ്മൾ വിരൽ വെച്ച് ഇങ്ങനെ വന്നു. അങ്ങനെ ഓരോ കാലത്ത് ഇവിടെ ചെയ്തിരുന്ന വർക്കുകളൊക്കെ നമ്മൾ ഇടത് ഭാഗത്ത് ഒരു മ്യൂസിയം പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രസ് സന്ദർശിച്ച് തിരിച്ചു പോകുന്ന ഓരോരുത്തർക്കും ഈ രാജ്യത്തിൻ്റെ വകയായിട്ട് ഓരോ മുസാഫ് അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ആയിരങ്ങളാണ് അത് വാങ്ങി പോകുന്നത്.